ജനുവരി 12 ഞായറാഴ്ച, നമ്മുടെ കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ. ലൂക്ക 3:15 മുതൽ 16 വരെയും 21 മുതൽ 22 വരെയും വാക്യങ്ങൾ. 2 വർഷം മുമ്പ് ഇംഗ്ലീഷ് ഹാസ്യനടനും ആക്ടിവിസ്റ്റുമായ റസൽ എഡ്വേർഡ് ബ്രാൻഡ് ലണ്ടനിലെ തേംസ് നദിയിൽ സ്നാനമേറ്റതായി പ്രഖ്യാപിച്ചു. ആ അനുഭവം തന്നെ ആകെ മാറ്റി എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഒരു വീഡിയോയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: സ്നാനം തന്നെ പരിവർത്തനം ചെയ്തു. നിരവധി ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഏറ്റുവാങ്ങി 7 മാസത്തിന് ശേഷമാണ് ഈ പരിവർത്തനമുണ്ടായത്. ക്രിസ്തുവിൽ കീഴടങ്ങിയതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. അദ്ദേഹം തൻ്റെ 3 ദശലക്ഷം അനുയായികളുമായി വീഡിയോയിൽ സന്ദേശം അവസാനിപ്പിച്ചു. ഇന്ന് സഭ നമ്മുടെ കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ ആഘോഷിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ എന്ന നിലയിൽ യേശുവിൻ്റെ ദൗത്യത്തെയും പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തന ശക്തിയെയും ഇന്നത്തെ വായനകൾ എടുത്തു കാണിക്കുന്നു. ഇസ്രായേലിയർ നൂറ്റാണ്ടുകളായി ക്രിസ്തുവിനായി കാത്തിരിക്കുകയായിരുന്നു. അവരെ രക്ഷിക്കുവാൻ ഒരാൾ വരുമെന്ന്. ചില ആളുകൾ വിചാരിച്ചത് വരുവാനിരിക്കുന്ന ക്രിസ്തു യോഹന്നാൻ ആയിരിക്കാമെന്നാണ്. അദ്ദേഹം ഒരു സന്യാസിവര്യനായിരുന്നു. എന്നാൽ യോഹന്നാൻ ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ പങ്ക് വ്യക്തമാക്കി. അദ്ദേഹം അവരോട് പറഞ്ഞു: ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായവൻ ഒരാൾ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറുകൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. തുടർന്ന് യോഹന്നാൻ കൂട്ടിച്ചേർത്തു: അവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ജ്ഞാനസ്നാനം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. അത് ആത്മാവിലുള്ള ജീവിതത്തിലേക്കുള്ള കവാടമാണ്. സ്നാനത്തിലൂടെ നാം പാപത്തിൽ നിന്ന് മോചിതരാകുകയും ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി പുനർജനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സഭയുടെ അംഗങ്ങളായിത്തീരുന്നു. നാം സഭയിൽ ഉൾപ്പെടുത്തപ്പെടുകയും സഭയുടെ ദൗത്യത്തിൽ പങ്കാളികളാവുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് 2 ചോദ്യങ്ങൾ നമ്മോട് തന്നെ ചോദിക്കാം. 1. മാമോദീസ എന്ന കൂദാശയിൽ നിന്ന് എനിക്ക് എന്തെല്ലാം വരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്? 2. കത്തോലിക്ക സഭയുടെ കൂദാശകളെ ഞാൻ ശരിക്കും വിലമതിക്കുന്നുണ്ടോ, അതോ അവയെ നിസ്സാരമായി കാണുകയാണോ? എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.